ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. അടുത്തതായി പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യത്തെ ടിക്കറ്റുകൾ ഇവിടെ വേദിയിൽ കൈമാറുകയാണ്. ഈ ടിക്കറ്റ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഡെൽവിയെയും ശ്രീമതി അമയ പ്രസാദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ ഇവിടെ വേദിയിൽ കൈമാറുന്നു. ആദ്യ ടിക്കറ്റുകളാണ് ഇവിടെ വേദിയിൽ കൈമാറിയിരിക്കുന്നത്. അടുത്തതായി ഈ പദ്ധതിയെ കുറിച്ച് ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോയുടെ പ്രകാശനമാണ്. വീഡിയോ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ ആസ്പദമാക്കിയുള്ള വീഡിയോയുടെ പ്രകാശനം ഇവിടെ ഈ വേദിയിൽ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ നിർവഹിക്കുന്നു. വേഗം വാ മോളെ, 8 മണിക്കുള്ള ബസ് പോവും. ദാ ഇറങ്ങി അമ്മേ. സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോയുടെ പണം ഇന്ന് കൊടുക്കണം. നാളെ കൊടുക്കാം മോളെ, അച്ഛൻ വരട്ടെ. എവിടേക്കാ? ഒരു ഫുള്ള് ഒരു ഹാഫും കരമന. പണം വാങ്ങിയില്ലല്ലോ. സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചു. ഇനി നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ വനിതകൾക്കും ഓർഡിനറി ബസ്സിൽ യാത്രകൾ സൗജന്യമാണ്. പ്രിയദർശിനി, സുദൃഢം മുന്നോട്ട്, ഉറച്ച കാൽവയ്പോടെ. നമ്മുടെ കേരള സർക്കാർ എന്നും ജനങ്ങളോടൊപ്പം. ഇന്നത്തെ ഈ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KA തുളസി എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവറുകൾ, ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും എന്റെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായിരുന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന ഒരു മഹത്തായ പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ സാമൂഹിക മുന്നേറ്റത്തിൽ, നമ്മുടെ സാമ്പത്തിക മുന്നേറ്റത്തിൽ, വരുംകാല കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു പദ്ധതിയായി UDF സർക്കാർ നടപ്പിലാക്കുന്ന ഈ പ്രിയദർശിനി സ്ത്രീകൾക്കായിട്ടുള്ള സൌജന്യ യാത്ര എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി. ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി തിരുവനന്തപുരം DCC പ്രസിഡന്റ് ശ്രീ N. ശക്തൻ MLA ക്ഷണിക്കുന്നു.